ഹലോ ഹായ്. ഇത് ചക്കയുടെ പാടയാണ്. ഇത് നമുക്ക് ഫ്രൈ ചെയ്യാൻ പറ്റും, തോരൻ വയ്ക്കാൻ പറ്റും. ഫ്രൈ ചെയ്യുന്നത് നല്ല ഉപ്പ് തിരുമ്പി വെയിലത്ത് വയ്ക്കണം. വെയിലത്ത് വെച്ച് ഉണങ്ങി എടുത്തിട്ടത് എണ്ണയ്ക്കതിൽ വറുത്ത് കോരി ഫ്രൈ ആക്കാം. നല്ല ടേസ്റ്റിയാണ്. നമുക്ക് തോരൻ വയ്ക്കാം. പച്ചമുളകും ഉള്ളി തേങ്ങയും കരിവേപ്പില ഒക്കെ കൂടിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് തോരൻ വയ്ക്കാനും പറ്റും. രണ്ടിനും പറ്റുന്ന സാധനമാണ് ഇത്. രണ്ടും നിങ്ങളെ ഞാൻ കാണിച്ചു തരാമേ. അപ്പം നമ്മുടെ പാട ഞാൻ അരിഞ്ഞ് വെച്ച്, ഇതാണ് പാട അരിഞ്ഞ് വെച്ച്. നമ്മുടെ പാടത്തറിഞ്ഞ് ചേർക്കാൻ വേണ്ടി എടുത്തേക്കുന്നത് കുറച്ച് ചുമന്നുള്ളി അരിഞ്ഞതും ചെറിയ ഉള്ളിയാണ്, 2 പച്ചമുളകും സ്വല്പം കരിവേപ്പിലയും അതിന് വേണ്ടുന്ന തേങ്ങയും എടുത്തേക്കുന്നത്. ഞാൻ സ്റ്റൗ കത്തിച്ച് പാൻ അടുപ്പത്ത് വെച്ച് നോക്കിയിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ്. എണ്ണ ചൂടാകട്ടെ. ചൂടായിട്ട് നമുക്ക് കടുക് പൊട്ടിക്കാം. അപ്പം നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് കടുക് ഇട്ട് കൊടുക്കാം. കടുകിട്ടൊന്ന് പൊട്ടട്ടെ. അത് കുറച്ച് കഴിക്കാൻ നമുക്ക് നടത്തി വയ്ക്കാം. നമുക്ക് അതിനകത്ത് വേണ്ട പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഒന്ന് മൂത്ത് വരട്ടെ. നമുക്ക് കരിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മുടെ ചുമന്നുള്ളി അരിഞ്ഞ് വെച്ചിട്ട് കൂടെ ഇടാം. മരുന്ന് വരട്ടെ. ഉള്ളി ഒന്ന് വഴുകുമ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാമേ. അപ്പോൾ നമുക്ക് ഇത് നന്നായി വഴങ്ങാൻ മതി. ഇനിയൊന്ന് അടുത്ത് വെച്ച് വേവിക്കണമല്ലേ പാടമില്ല. അപ്പം നമ്മുടെ പാടമൊക്കെ ഇട്ട് കൊടുക്കാം. സ്റ്റൗ തീ കുറച്ചിട്ട് കൊടുത്താൽ മതിയേ. നമുക്ക് പാടകളെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ട് ഉപ്പും ഇട്ട് ഒരു ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അടച്ച് വയ്ക്കാം. ആവിക്കിരുന്ന് വേകട്ടെ. വെള്ളം ഒഴിക്കണ്ട, കുഴഞ്ഞു പോകും. നമ്മുടെ പാടത്ത് നമുക്കൊന്ന് തുറന്ന് നോക്കാം എങ്ങനെ ഉണ്ടെന്നേ. റെഡിയായോ എന്ന് നോക്കാം. കേൾക്കണ്ട, സ്വല്പം തോരാൻ പോകണം. അത് കഴിയും ശക്കലം തോരണം. ഇച്ചിരി നേരം ഒന്ന് കിടക്കട്ടെ. കിടന്ന് തോർന്ന് കഴിഞ്ഞിട്ട് നമുക്ക് പോയി ഇതിലോട്ട് മാറ്റാമേ. നിങ്ങളൊക്കെ ഇന്നുണ്ടാക്കി നോക്കണേ. ഇതാരും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പം ഞാൻ സ്റ്റൗവൊക്കെ ഓഫ് ചെയ്തു. എൻ്റെ പാടത്ത് തന്നെ റെഡിയായി. ഇതേ കണ്ടിരുന്നതൊക്കെ ഇഷ്ടപ്പെട്ടോ? നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കണേ. എനിക്ക് ഇഷ്ടപ്പെടുവാന്നേ. പിന്നെ നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇടുന്നുണ്ട് പാട ഉണങ്ങി. അത് കഴിഞ്ഞ വർഷം ഞാൻ ഉണങ്ങി വെച്ച പാടയെ വറുത്ത് ഞാൻ കാണിക്കാം നിങ്ങളെ. ഇതാണ് നമ്മുടെ പാട ഉണങ്ങിയത്. ഇത് ഞാൻ വറുത്ത് കാണിക്കും. അപ്പം നമുക്ക് നമ്മുടെ പാട വറുത്തെടുത്താലോ? അപ്പം ഇട്ട് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഇട്ട് ഇത് മൂത്തിട്ടുണ്ട്. നമുക്ക് വറുത്ത് പെട്ടെന്ന് മൂക്കുന്ന സാധനമാണ്. അത് പെട്ടെന്ന് വറുത്ത് പോരാണേ. പെട്ടെന്ന് കരിഞ്ഞു പോയത് അതുകൊണ്ട് ഞാൻ വറുത്ത് കോരുക. ഇത് കണ്ടോ,
ഇതാണ് നമ്മുടെ പാട വറുത്തത്. നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.